കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പം SFI അടക്കം DYFI അടക്കം CPM അടക്കം പറയുന്നത്. പക്ഷേ അതേസമയം ഈ ഒരു കേസിനെതിരെ ഇപ്പോൾ ഒരു ബോംബേർ ഉണ്ടായിരിക്കുകയാണ്. അതിൽ പ്രതിസ്ഥാനത്തുള്ള CPM ആണ് കോഴിക്കോട്ട്. ആ വാർത്തയിലേക്ക് ഒന്ന് പോയിരാം നമുക്ക്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച പ്രതിയുടെ വീടിന് നേരെ ബോംബേർ. കരിങ്കൊടി കാണിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. പുലർച്ചെ 3 മണിയോടെയാണ് ആക്രമണം. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, ഇതിൽ ഒരു വീണ ജോർജിനെതിരെ ആക്രമണത്തിൽ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ക്ലിപ്പിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ നേരെ തിരിച്ച് KSUവിലേക്ക് വരുമ്പം KSUവിൻ്റെ ഒരു പ്രതിക്ക് നേരെ KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെയാണ് ഇപ്പോൾ ബോംബ് എറിഞ്ഞിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? വീട്ടിൽ ആണെങ്കിലും ഉണ്ടായിരുന്നപ്പോഴാണോ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്? അമൽ, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ പ്രതിയായിട്ടുള്ള, നിലവിലിപ്പോൾ ജയിലിൽ തുടരുന്ന KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ തിരുവള്ളൂരുള്ള വീടിന് നേരെ ബോംബേറ് ഉണ്ടായിരിക്കുന്നത്. ഈ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. വീടിന് പുറത്ത് CCTV ദൃശ്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വീടിന് പുറത്തു നിന്ന ഒരു സംഘം ആളുകൾ ഈ വീടിന് നേരേക്ക്, അതായത് ജനലുള്ള ഭാഗത്തേക്ക് ഈ ബോംബ് എറിയുകയായിരുന്നു. ഈ സംഭവത്തിൽ ഈ വീടിന് കൃത്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ ജനൽപ്പാളികൾ തകരുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ഈ സമയത്തൊക്കെ തന്നെ വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു, കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ജനൽ തകർന്ന് ഈ ഉള്ളിലേക്ക് എറിയാൻ ശ്രമിച്ച ബോംബ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തെറിച്ചു പോയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് വീടിനകത്തേക്ക് പോവുകയാണെങ്കിൽ വീടിനകത്തുള്ളവർക്ക് സാരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ജനൽപ്പാളികൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടറിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ KSU പ്രവർത്തകർ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഈ DYFI, SFI അതുപോലെ KSU പ്രവർത്തകർ പരസ്പരം പോർവിളിക്കുകയും പരസ്പരം ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ ഏറ്റവും അനഘ, നേരത്തെ തന്നെ ഇതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ഭീഷണി ഉണ്ടായിരുന്നു, വലിയ പോർവിളി ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായത്. വീണ ജോർജ് പെരിയാരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. പക്ഷേ CPM പ്രവർത്തകർ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ, SFI പ്രവർത്തകർ വീണ് കിട്ടിയ അവസരം ഇപ്പോഴും മുതലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും KP, അതായത് DYFI പ്രവർത്തകരും അതുപോലെ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും പരസ്പരം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പോർവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പറയുന്നത് ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് SFIയും DYFIയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അടക്കം ആരോപിക്കുന്നത് KSU പ്രവർത്തകരാണ് ആരോഗ്യമന്ത്രിക്ക് ഈ രീതിയിലുള്ള പരിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷെ ഒരു ദൃശ്യങ്ങളിൽ പോലും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഇന്ന് സുഖം പ്രാപിച്ച് ആശുപത്രി വിടുകയും ചെയ്തു. പക്ഷെ പരസ്പരം ഈ പ്രവർത്തകർ തമ്മിലുള്ള പോർവിളിയും അക്രമവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ഗുരുതര സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അവസരം മുതലെടുക്കാനുള്ള നീക്കമാണ് DYFIയുടെയും SFIയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് പരസ്പരമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കും എത്തുന്ന അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ജയിലിൽ കഴിയുന്ന പ്രതിയായിട്ടുള്ള KSU ജില്ലാ സെക്രട്ടറി ഈ ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ്. അതായത് ഈ വീടിന് നേരെ ആരാണ് ബോംബെറിഞ്ഞത് എന്ന കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ KSU പ്രവർത്തകർ പറയുന്നത് ഇത് DYFI പ്രവർത്തകരുടെ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അക്രമം തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കണം. ഈ ആരോഗ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ SFI, KSU പ്രവർത്തകർ തമ്മിലേക്കുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അത് തന്നെയാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അമൽ, ഈ അനഘ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ഈ പരസ്പരം പോർവിളിക്കുന്നു, SFI പ്രവർത്തകർ, KSU പ്രവർത്തകർ, DYFI പ്രവർത്തകർ ഏറ്റുമുട്ടുന്നു. ഈ വ്യക്തി, ഈ KSU പ്രവർത്തകൻ ഇപ്പോൾ
ആരോപണ വിധേയനായി ജയിലിലാണ്. എന്നിട്ടും വീടിന് നേരെയാണ്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. CPM-ന്റെ SFIയുടെ DYFIയുടെ കാടത്തം ആ രീതിയിലേക്കും പോവുകയാണ് അല്ലേ? എത്രത്തോളം ഒരു എന്താ പറയണ്ട ഒരു അക്രമ രാഷ്ട്രീയം എക്കാലം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ അല്ല, പാർട്ടിയാണ് എനിക്ക് CPM. തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കുറേ മാസങ്ങളായിട്ട് തന്നെ കണ്ണൂരിൽ പലയിടത്തും ബോംബുകൾ കണ്ടെടുക്കുന്നു, വടകരയിൽ ബോംബുകൾ കണ്ടെടുക്കുന്നു. അതൊക്കെ വിനിയോഗിക്കാനുള്ള ഒരു അവസരമായിട്ട്, വീണ് കിട്ടിയ അവസരമായിട്ട് CPM ഇത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ വണ്ടി കൊടുത്തു KSU കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ?